ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 രാജാക്കന്മാർ 4-ാം അധ്യായം അതിൻ്റെ 5-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. യെരുശലേം ദേവാലയം പണിയുവാനുള്ളതായ ക്രമീകരണം, അതിനുള്ള ഒരുക്കം ശലോമോൻ നടത്തുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ടൈർ രാജാവ് അല്ലെങ്കിൽ എൻ്റെ രാജാവായിരുന്ന ഹീരാം സോളമൻ്റെ അടുത്ത് തൻ്റെ ആളുകളെ അയക്കുന്നു. ഈ ഹീരാമാണ് ദാവീദ് രാജാവിന് ദേവദാരു കൊണ്ട് രാജകൊട്ടാരം പണിത് യെരുശലേമിൽ കൊടുത്തതെന്ന് 2 ശമൂവേൽ 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത് നമ്മളിതിനു മുമ്പ് അത് ചിന്തിച്ചതാണ്. അപ്രകാരം ദാവീദുമായി വലിയ സ്നേഹബന്ധത്തിലായിരുന്ന ഈ ഹീരാം അദ്ദേഹത്തിൻ്റെ മകൻ ശലോമോൻ്റെ കാലത്തും അദ്ദേഹവുമായി വലിയ സ്നേഹബന്ധത്തിലാവുന്നു. അപ്പോൾ രാജാവിൻ്റെ ഭൃത്യന്മാരെ അയച്ചപ്പോൾ ശലോമോൻ ദേവാലയം പണിയാനുള്ള തൻ്റെ ആഗ്രഹം ടൈർ രാജാവിനെ അവിടെ അറിയിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പൻ യഹോവയ്ക്കൊരു ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു, എന്നാൽ അത് സാധിച്ചില്ല. യഹോവയായ ദൈവം എൻ്റെ അപ്പനൊരു വാക്ക് കൊടുത്തിരുന്നു, അവൻ്റെ മകൻ്റെ കാലത്ത് അത് പണിയുമെന്ന്. കാരണം ദാവീദ് യുദ്ധത്തിൻ്റെ രാജാവായിരുന്നു, അവൻ്റെ കരങ്ങൾ രക്തം പുരണ്ടതാണ്. അതിൽ ദേവാലയം പണിയുക ശരിയല്ല. അതുകൊണ്ട് തൻ്റെ മകൻ്റെ കാലത്ത് ദേവാലയം പണിയുമെന്നുള്ള വാഗ്ദത്തം കൊടുത്തു. അതനുസരിച്ച് ഞാനിപ്പോൾ രാജാവായിരിക്കുന്നു, എൻ്റെ അപ്പൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റണം, മനോഹരമായൊരു ദേവാലയം എനിക്ക് പണിയണം. അത് പണിയണമെങ്കിൽ ദേവദാരു കൊണ്ട് തന്നെ എനിക്കത് പണിയണം. എൻ്റെ അപ്പൻ്റെ കൊട്ടാരം നീ ദേവദാരു കൊണ്ടാണ് പണിത് കൊടുത്തത്. ആ മനോഹരമായ ഏറ്റവും വിലപിടിപ്പുള്ള ആ വൃക്ഷം കൊണ്ട് എൻ്റെ ദൈവത്തിന് ദേവാലയം പണിയണം. അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാജ്യത്തുള്ളവർക്ക് ആ മരം മുറിക്കുന്നതിനുള്ളതായ പരിചയമില്ല. അങ്ങനെ മരം മുറിക്കാനുള്ള ആളുകളൊക്കെ നിൻ്റെ രാജ്യത്തിൽ പരിചയക്കാരുണ്ട്, അവരെ കൊണ്ട് നീ ആ മരം എനിക്ക് മുറിപ്പിച്ചു തരണം. എൻ്റെ ജോലിക്കാരെ കൂടി ഞാൻ അയക്കാമെന്ന് പറഞ്ഞു. സോളമൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ടൈർ രാജാവായ ഹീരാം വളരെയേറെ സന്തോഷിക്കുകയും അതിൻ്റെ 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ ജ്ഞാനിയായ ഒരു മകനെ തൻ്റെ സ്നേഹിതനായ ദാവീദ് രാജാവിന് കൊടുത്തതിന് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. 9 വാക്യങ്ങളിൽ അതിനുള്ളതായ ക്രമീകരണം രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തതായി നമ്മൾ കാണുന്നു. ദേവദാരുവും സരളവൃക്ഷവുമൊക്കെ അവിടെ നിന്ന് മുറിച്ച് സോളമൻ തൻ്റെ ജോലിക്കാരെ അവിടെ അയക്കും. അതേസമയത്ത് ഹീരാം രാജാവിൻ്റെ അവിടെ തൊഴിലാളികളും കൂടി ചേർന്ന് ആ മരങ്ങളൊക്കെ മുറിച്ച് വെള്ളത്തിലിറക്കി ചങ്ങാടമാക്കി അത് യെരുശലേമിലേക്ക് കൊടുത്തയക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ശലോമോൻ ചെയ്തത് 30,000 പരം ആളുകളെ അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തു, അതിൻ്റെ ദേവാലയ പണിക്ക് വേണ്ടിയിട്ട്. നമ്മൾ പറയുന്ന 1 മാസം അവർ ലെബാനോനിൽ പോയി ഒരു മരം മുറിച്ചാൽ 2 മാസം ഭവനത്തിൽ വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അതായത് തൊഴിലാളികളുടെ ക്ഷേമവും അവർക്കാവശ്യമായ വിശ്രമവും അവർക്കാവശ്യമായ സന്തോഷവും നൽകുന്നു. അവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാനുള്ള അവസരം കൂടി അദ്ദേഹം കൊടുക്കുകയാണ്. അതാണ് യഥാർത്ഥ നേതാവ്, യഥാർത്ഥ രാജാവ്. അല്ലാതെ തൻ്റെ അടിമയാക്കി അവരെ കൊണ്ട് കഠിനവേല അദ്ദേഹം ചെയ്യിക്കുകയല്ല. 1 മാസം ജോലി ചെയ്താൽ 2 മാസം അവരുടെ ഭവനത്തിൽ പാർക്കാനുള്ള അവസരം. അവർക്ക് 1 മാസം അവർ പോയി ഈ മരം മുറിക്കാനുള്ള കഠിനമായ ജോലിയാണ്. അപ്പോൾ കുടുംബത്തെ വിട്ടേച്ചാണ് അവർ പോകുന്നത്. പിന്നെ അവർക്ക് വിശ്രമവും സന്തോഷവും ഉല്ലാസവും ലഭിക്കാനുള്ള ക്രമീകരണം കൂടി ചെയ്യുകയാണ്. എല്ലാ തലങ്ങളിലും അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ ഈ ഭൂമി എത്ര മനോഹരമാകുമായിരുന്നു. ഇതൊക്കെ സോളമന് സാധിക്കുന്നത് ദൈവം കൊടുത്തതായ പരിജ്ഞാനമാണ്. ദൈവികമായ ജ്ഞാനത്തിൽ നിലനിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നു, ചുമടെടുക്കാനും അല്ലെങ്കിൽ കല്ലുകൾ വെട്ടിയൊരുക്കാനും ഒക്കെ പ്രത്യേക ആളുകളെ അദ്ദേഹം അവിടെ ആക്കുകയാണ്.
അങ്ങനെ ദേവാലയ നിർമ്മാണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്തതായി നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ദേവാലയം പണിയേണ്ടത് എങ്ങനെയാണ്? സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പരസ്പര അംഗീകാരത്തിൻ്റെ മനോഭാവത്തിലാണ് ദേവാലയം നിർമ്മിക്കപ്പെടേണ്ടത്. അല്ലാതെ പരസ്പര വിരുദ്ധത്തിൻ്റെയും അല്ലെങ്കിൽ വ്യവഹാരങ്ങളുടെയും ഒന്നും പശ്ചാത്തലത്തിലല്ല പുതിയ ദേവാലയം പണിയപ്പെടേണ്ടത്. ഇന്ന് പലപ്പോഴും പുതിയ ദേവാലയങ്ങളൊക്കെ പണിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉണ്ടായിരുന്ന ദേവാലയത്തിൽ നിന്ന് കലഹമുണ്ടാക്കിയ ആളുകൾ പുറത്തു പോയിട്ട് അവരുടേതായ സ്വാർത്ഥതയിൽ ഓരോ ദേവാലയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പണിയാൻ വേണ്ടി ആഗ്രഹിക്കുക. അവിടെ എവിടെയാണ് ദൈവമുണ്ടാവുക? സോളമൻ ഇത് ചെയ്ത് ഓർക്കുക. ആളുകളുടെ എല്ലാം സന്തോഷം, അവർക്കൊക്കെ സമാധാനം. അദ്ദേഹം ഒരിക്കലും യുദ്ധപ്രിയനല്ല. ഒരു രാജ്യവുമായിട്ട് അദ്ദേഹത്തിന് യുദ്ധമില്ല. രാജാവായ ആ ഹീരാമനോട് ചേർന്ന് അവൻ്റെ തൊഴിലാളികളും ഇവൻ്റെ തൊഴിലാളികളും ഒന്നിച്ചു ചേർന്ന് സന്തോഷത്തോടെ പണിയെടുക്കുന്ന വലിയ അനുഭവം. ആ നിരപ്പിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അനുഭവത്തിലാണ് ഓരോ ദേവാലയവും നിർമ്മിക്കപ്പെടേണ്ടത്. പുതുനിയമപ്രകാരം നമ്മുടെ ഹൃദയമാണ് യഥാർത്ഥ ദൈവാലയം. നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ആലയമാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ പൗലോസ്ലീഹ പറഞ്ഞല്ലോ, നാം ദൈവം വസിക്കുന്ന ആലയമാണ്. നാം ദൈവം വസിക്കുന്ന ആലയമാണെങ്കിൽ നമ്മളുണ്ടാവേണ്ടത് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആ വലിയ രീതിയിലുള്ളതായ സംസാര രീതിയും പ്രവൃത്തികളുമാണ്. അപ്പോഴാണ് നമ്മളൊരു അനുഗ്രഹമായി ദേവാലയമായിട്ട് മാറുന്നത്. അപ്രകാരം ഒരു അനുഭവം ഉണ്ടാകാൻ നമുക്കിടയാകട്ടെ. ഇന്ന് എല്ലാ സഭകളിലും എല്ലാ സമൂഹങ്ങളിലും വലിയ കലഹങ്ങളും വിഭാഗീയ ചിന്തകളും തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ദൂരീകരിക്കപ്പെട്ട് ഏകമനസ്സോടെ ഐക്യതയോടെ ദൈവാലയമാണ് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഒരു സാഹചര്യം ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങൾക്കുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.